കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം തുടർച്ചയായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 13-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 ഉപമകൾ നമുക്ക് പഠിക്കുവാനായിട്ടിടയായി തീർന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ഉപമകളാണ് മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നു. 13-ാമത്തെ അധ്യായത്തിൽ നാം 2 ഉപമകൾ പഠിച്ചു. 2 വിതയ്ക്കുന്ന ഉപമകളാണ് നമ്മൾ പഠിച്ചത്. 1-ാമത്തെ ഉപമ, ഒരു വിതയ്ക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികെ വീണു, ചിലത് പാറയുള്ളയിടത്ത് വീണു, ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണു, മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അവിടെ നമ്മൾ കണ്ടു, ഏത് വിത്ത് മാത്രമേ ഫലം കായ്ച്ചുള്ളൂ? നല്ല നിലത്ത് വീണ വിത്ത് മാത്രമാണ് ഫലം കായ്ച്ചുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വളരുന്നത് പോലെ കാണിച്ചെങ്കിലും എന്ത് ചെയ്തില്ല? ഒരു പ്രയോജനവും ഉണ്ടായതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഒരുക്കപ്പെട്ട നിലങ്ങളാകണം എന്നുള്ളതാണ് നാം ആദ്യമായിട്ട് പഠിക്കാനായിട്ട് ഇടയായി തീർന്നത്. 2-ാമത്തെ ഉപമ, വിത്ത് വിതച്ച കൂട്ടത്തിൽ ദൈവം തന്റെ പുത്രന്മാരെ ഈ ലോകത്ത് വിതച്ചു. എന്നാൽ അതിന്റെ ഇടയിൽ സാത്താൻ കള കൊണ്ടുവന്ന് വിതച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ വിത്തുകളുടെ ഇടയിൽ കള വളരുന്നതിനെ കുറിച്ചായിരുന്നു 2-ാമത്തെ ഉപമ. എന്നാൽ നമ്മൾ അതിന്റെ അവസാന ഭാഗത്ത് കണ്ടതാണ്, അവസാനം വരെ ഇതിങ്ങനെ ഒരുമിച്ച് വളരുകയാണ്. എപ്പോഴാണ് അതിനെ തമ്മിൽ വേർതിരിക്കുന്നത്? അന്ത്യന്യായവിധിയിങ്കൽ ദൈവം എന്ത് ചെയ്യും? ഈ ദൈവത്തിന്റെ പുത്രന്മാരെയും സാത്താൻ വിതച്ച വിത്തിൽ നിന്ന് മുളച്ചു വന്നതിനെയും 2ആയിട്ട് വേർതിരിക്കുകയും സാത്താൻ വിതച്ച ഈ കളയെ വെട്ടിയരിഞ്ഞ് തീയിലിട്ട് ചുട്ടുകളയും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഇത് നമ്മൾ അതിനുശേഷം മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 31 മുതലുള്ളതായ വാക്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് വാക്യങ്ങൾ ചിന്തിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? അല്ലെ? 35 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ ഓൾറെഡി 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളും ആദ്യത്തെ ഉപമയുടെ വ്യാഖ്യാനമായിട്ട് കർത്താവ് പഠിപ്പിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ചില വാക്യങ്ങളും അവസാനത്തെ വാക്യങ്ങളുമാണ് ഇനി നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 31-ഉം 32-ഉം വാക്യങ്ങളിൽ കർത്താവ് ഒരു ഉപമ പറയുകയാണ്. അതാണ് നമ്മൾ ഇന്ന് ആദ്യം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഇന്ന് ഈ അധ്യായം തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തീർന്നില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കും. ഒത്തിരി അങ്ങനെ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കാനില്ല, ലളിതമായ ചില കാര്യങ്ങളായതുകൊണ്ട് വേഗത്തിൽ ചിന്തിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മത്തായി 13-ന്റെ 31, 32 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ ആരെങ്കിലും ഒരാൾ? മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതെ, അതൊരു മനുഷ്യന്റെ അടുത്ത് തന്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറുതെങ്കിലും വളർന്ന സസ്യങ്ങളെ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിക്കുവാൻ തക്കവണ്ണം വൃക്ഷം വെച്ചിരുന്നു. ഇവിടെ വളരെ കൃത്യമായി കർത്താവ് ഒരു ഉപമ വിശദീകരിക്കുകയാണ്. ഈ ഉപമയെ നമുക്ക് കടുകുമണിയുടെ ഉപമ എന്ന് വേണമെങ്കിൽ വിളിക്കാം. സ്വർഗരാജ്യത്തെ അല്ലെങ്കിൽ ദൈവരാജ്യത്തെ യേശു കർത്താവ് കടുകുമണിയോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പറയുകയാണ്. ഈ ഉപമകളിലൂടെ എല്ലാം കർത്താവ് പറയാൻ ശ്രമിക്കുന്നത് ദൈവരാജ്യത്തിന്റെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളാണ്. ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ദൈവരാജ്യത്തിൽ എന്താണ് വിത്തുകൾ വിതയ്ക്കുന്നതിനെ കുറിച്ചാണ് കണ്ടത്. ദൈവരാജ്യത്തിൽ വിത്ത് വിതച്ച കൂട്ടത്തിൽ സാത്താൻ കൊണ്ടുവന്ന് കളയും വിതച്ചു എന്നുള്ളത് നമ്മൾ കാണാനായിട്ടിടയായി. ഇന്ന് നമ്മൾ മറ്റൊരു ഉപമ പഠിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ ഒരു സവിശേഷതയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം കടുകുമണിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. എന്താണ് ഈ ഉപമ?
ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 13-ാം അധ്യായത്തിൽ 3-ാമത്തെ ഉപമയാണ് ഒരു വിത്തിനോടുള്ള ബന്ധത്തിലാ പറയുന്നത്. ആദ്യത്തെ ഉപമ വിത്ത് വിതച്ചു, 2-ാമത്തെ ഉപമയിലും വിത്ത് വിതച്ചു, ഇല്ലേ? ആദ്യത്തെ ഉപമയിൽ വിതച്ച വിത്ത് എന്തായിരുന്നു? അതെന്തായിരുന്നു? ദൈവരാജ്യത്തിൽ വിതച്ച വിത്ത് ദൈവവചനമായിരുന്നു, അല്ലെ? വചനം കേൾക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഉപമയായിരുന്നു. 2-ാമത്തെ ഉപമ എന്താണ്? ആ ഉപമയിലെ വിത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിലല്ലേ, അല്ലേ? 1-ാമത്തെ ഉപമയിൽ വിതച്ച വിത്ത് ദൈവവചനമാണെങ്കിൽ 2-ാമത്തെ ഉപമയിൽ വിതച്ച വിത്ത് ദൈവത്തിന്റെ പുത്രന്മാർ, അല്ലേ? ദൈവത്തിന്റെ പുത്രന്മാരുടെ ഇടയിൽ മനുഷ്യരുടെ സാത്താന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് സാത്താൻ വിതച്ചതായിട്ട് അവിടെ കണ്ടത്. അപ്പോൾ 2-ാമത്തെ ഉപമയിലെ ഈ വിത്ത് എന്ന് പറയുന്നത് മനുഷ്യരാണ്. എന്നാൽ ഈ 3-ാമത്തെ ഉപമയിൽ ദൈവരാജ്യത്തെ ഒരു കടുകുമണിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവരാജ്യത്തെ തന്നെയാണ് കടുകുമണി സാദൃശ്യമായി വന്നത്. ഒരേ കാര്യം 3 ഉപമയിൽ വന്നപ്പോ 3 അർത്ഥത്തിലാണ്. അതിന്റെ അർത്ഥം എന്താ? ഓരോ ഉപമയും മറ്റൊരു ഉപമയിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആണ്, സ്വതന്ത്രമാണ്. ഒരു സ്ഥലത്ത് ബൈബിളിൽ വെള്ളമുണ്ട്, എന്നാൽ ഇനി എല്ലാ സ്ഥലത്തും വെള്ളം എന്ന് കാണുമ്പോൾ ഒരേ അർത്ഥമാണോ? അല്ല. ഒരു സ്ഥലത്ത് വിത്ത് എന്ന് കണ്ടു, ഒരേ അധ്യായത്തിൽ 3 സ്ഥലത്ത് വിത്തിന് 3 അർത്ഥമാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ബൈബിളിനെ വ്യാഖ്യാനിക്കുമ്പോ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു വാക്യം എടുത്തിട്ട് ചുമ്മാ എന്ത് ചെയ്യരുത്? ഇഷ്ടമുള്ളവരെ വ്യാഖ്യാനിച്ചേക്കരുത്. അതാണ് കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് വേണം വ്യാഖ്യാനിക്കാനായിട്ട്. ഇവിടെ ദൈവരാജ്യത്തെ ഒരു കടുകുമണിയോട് ഉപമിച്ചുകൊണ്ട് കർത്താവ് പറയാം. അങ്ങനാണെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. നോക്കിയാട്ടെ, ദൈവരാജ്യത്തിലെ ഈ കടുകുമണി, റെലവന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മസ്റ്റാർഡ് സീഡ്, ഈ കടുകുമണിയുടെ ചില പ്രത്യേകതകൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. എന്താണ് ഈ ഉപമയിലൂടെ കർത്താവ് പറയാൻ ശ്രമിക്കുന്നത്? ഒന്നാമതായി 31ഉം 32ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഇത് ഒരു ദൈവരാജ്യത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു തുടക്കമാണ്. കടുകുമണിയെ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ ഒരു ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വളരെ ചെറുതെങ്കിലും 32ാമത്തെ വാക്യത്തിൽ. അപ്പോൾ ദൈവരാജ്യത്തിന്റെ തുടക്കം ചെറിയ രീതിയിൽ തുടങ്ങുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കടുകുമണിയാണോ ഏറ്റവും ചെറിയ വിത്ത്? ഒരിക്കലും അല്ല. പക്ഷെ ഇവിടെ ഈ യഹൂദന്മാരുടെ ഇടയിൽ പറയുന്ന ഒരു സാദൃശ്യം, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ഒരു ഉപമ, പ്രോവർബ്, പഴഞ്ചൊല്ല് പോലെ പറയുന്ന ഒരു കാര്യമാണ് കടുകുമണി. അത് ചെറിയതെങ്കിലും എല്ലാ വിത്തിലും ചെറിയതെങ്കിലും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ലോകത്തുള്ള എല്ലാ വിത്തുകളിലും ഏറ്റവും ചെറിയ വിത്താണ് കടുകുമണി എന്ന അർത്ഥത്തിലല്ല. നേരെ മറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ സാധാരണ ഉപയോഗിക്കുന്ന വിത്തുകളിൽ ചെറിയ ഒരു വിത്തിനെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടത്, ഈ കടുകുമണിയെ ചെറുതെന്ന് പറഞ്ഞല്ലോ. കർത്താവ് വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ലൂക്കോസിന്റെ സുവിശേഷം 17ാമത്തെ അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 17ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ലൂക്കോസ് 17:6, മത്തായി 17:20 പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. അപ്പോൾ ചെറിയ ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിലാണ് കടുകിനെ ഉദ്ദേശിക്കുന്നത്. കടുകിനേക്കാൾ ചെറിയ വിത്തുകൾ ഉണ്ടെങ്കിലും ഒരു ചെറിയ ഒരു തുടക്കത്തെ സൂചിപ്പിക്കാനായിട്ടാണ് കടുകിനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ രണ്ടാമതായി ഈ കടുകിന്റെ ഒരു പ്രത്യേകത, കടുകുമണിയെ കുറിച്ച് അവിടെ പറഞ്ഞത് എന്താണ്? നാം അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, അത് എല്ലാ വിത്തിലും ചെറിയതാണെങ്കിലും സസ്യങ്ങളിൽ
ഏറ്റവും വലുതായി. അയ്യോ, അപ്പൊ കടുകിന്റെ ചെടിയാണോ ലോകത്തെ ഏറ്റവും വലിയ ചെടി? പിന്നെന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്, ഒരു പഴഞ്ചൊല്ല് പോലെ പറയുകയാണ്. അത് ആക്ഷരികമായ അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. ചെറിയ ഒരു വിത്തിൽ നിന്ന്, ആ വിത്ത് കണ്ടാൽ ഇത്രയും വലിയൊരു ചെടി. ഇവിടെ വാസ്തവത്തിൽ NIV ഒരു പ്രയോഗമുണ്ട്, ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ അതിന് ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്: ദ ലാർജസ്റ്റ് ഓഫ് ഗാർഡൻ പ്ലാന്റ്സ്. ഗാർഡനിലെ വലിയ ചെടി എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ ഏറ്റവും വലിയ ചെടി എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ മലയാളം പരിഭാഷയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചെടിയൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. എങ്കിലും ഇത് വായിക്കുമ്പോൾ പലരും വിചാരിക്കുന്നത്, ഞാനും വിചാരിച്ചിട്ടുണ്ട്, ഈ കടുകിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചെടി എന്ന് പറഞ്ഞാൽ കടുകിന്റെ ചെടി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. എന്റെ അത്രയും പൊക്കമുള്ള കടുകിന്റെ ചെടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതിനും ചെറുതാണ്. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്ന ആശയം ഇത്രയേ ഉള്ളൂ: വളരെ ചെറിയ ഒരു വിത്തിൽ നിന്ന് വലിയ ഒരു ചെടി ഉണ്ടാകുന്നത് പോലെ ദൈവരാജ്യത്തിന്റെ തുടക്കം വളരെ ചെറുതാണെങ്കിലും അതെന്ത് ചെയ്യുന്നറിയാമോ? അത് വളരെ വലുതാകുന്നു. അത് എന്തുമാത്രം വലുതാകുന്നു? എന്തുമാത്രം വലുതാകുന്നു എന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. അപ്പൊ ഒരു ചോദ്യം, കടുകിന്റെ ചെടിയിൽ പക്ഷികൾ വന്ന് കൂട് കൂട്ടുവോ? പക്ഷികളെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, പറവകൾ. കൂട് കൂട്ടുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ മറ്റു കിളികൾ കൂടുന്ന പോലെ കൂടുകൾ ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തില്ല, അവിടെ വന്ന് ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ വാസ്തവത്തിൽ എന്താണ് ആശയം എന്നറിയാമോ? ആശയം ഇത്രയേ ഉള്ളൂ: ദൈവരാജ്യം ഒരു ചെറിയ തുടക്കമാണ്. പെന്തക്കോസ്ത് നാളിൽ 120 പേര് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്ന് അവിടെ ദൈവാത്മാവ് വ്യാപരിച്ച് ദൈവരാജ്യം ചെറിയ രീതിയിലൊരു തുടക്കമായിരുന്നു. പക്ഷെ ആ ദൈവരാജ്യം എന്ത് ചെയ്യുന്നറിയാമോ? അങ്ങ് വളർന്ന് പന്തലിക്കാൻ തുടങ്ങി. ഇന്ന് ലോകത്തുള്ള സകല ജാതികളിൽ നിന്നുമുള്ള ആളുകൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇന്ന് ഈ ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. ഈ ആശയം പഠിപ്പിക്കാൻ വേണ്ടി ചെറിയ വിത്തിൽ നിന്ന് വലിയ ചെടി എന്ന ഒരു ഉപമ യേശു കർത്താവ് കൊണ്ടുവന്നതാണ്. എന്തായാലും ഇതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ: ചെറിയ കടുകുമണിയിൽ നിന്ന് വലിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രപ്പോർഷനേറ്റ് അല്ല, ആനുപാതികമല്ല. ചെറിയ കടുകുമണിയാ, പക്ഷേ വലിയ ചെടി എന്നതുപോലെ ദൈവരാജ്യം ചെറിയ രീതിയിലാണ് തുടങ്ങുന്നതെങ്കിലും അത് ലോകത്തിന്റെ അറ്റത്തോളം, നമ്മുടെ ഇന്ത്യയിലും വന്നല്ലേ, നമ്മളാരും ഇസ്രായേൽക്കാരൊന്നും അല്ല, നമ്മളെല്ലാവരും ജാതികളിൽ നിന്നുള്ളവരാണ്. ഈ കേരളത്തിലുള്ള മുഴുവൻ മനുഷ്യരും, ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യരും ആരാണ്? യഹൂദന്മാരല്ല, നമ്മളെല്ലാം ജാതികളിൽ നിന്നുള്ളവരാണ്. എന്നാൽ എന്ത് ചെയ്തിരിക്കുന്നു? നാമും ദൈവമക്കളായി തീർന്നു, നാമും ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി തീർന്നു. ഇവിടെ പറയുന്നത് പോലെ ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരും. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ 9-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മളൊക്കെ ഇസ്രായേൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ നാം ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു, നാം ദൈവമില്ലാത്തവരായിരുന്നു, നാം വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു, പരദേശികളായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മെ ദൈവ മക്കളാക്കി തീർത്തു, വാഗ്ദത്തത്തിന്റെ അവകാശികളാക്കി തീർത്തു, ദൈവജനമാക്കി ദൈവം നമ്മെ തീർക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തുള്ള സകല ജാതികളിൽ നിന്നുമുള്ളവർ ഈ ദൈവരാജ്യത്തിൽ അഭയം പ്രാപിക്കുകയാണ്. ഈ ഒരു ആശയം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവരാജ്യത്തെ ഒരു കടുകുമണിയോട് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഉപമയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവരാജ്യം. ഈ വിഷയം തന്നെ എസെക്കിയേൽ 17-ന്റെ 22-23 വാക്യങ്ങളുണ്ട്. ഇതൊരു പുതിയ ആശയമല്ല.
കർത്താവ് ഇത് പുതിയതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതല്ല. പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 17 22 23 വാക്യങ്ങളിൽ ഇതേ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ ഒരു ശിഖരത്തെ കുറിച്ച്, ഒരു ഉയരമുള്ള ദേവദാരുവിന്റെ ഒരു ശിഖരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെ നട്ടു, അത് വളർന്നു കഴിഞ്ഞപ്പോൾ അതിൽ സകല ജീവജാലങ്ങളും വന്ന് പാർക്കും എന്നുള്ളതൊക്കെ, ചിറകുള്ള പക്ഷികളൊക്കെയും അവിടെ വന്ന് പാർക്കും എന്ന് എസെക്കിയേൽ പ്രവാചകനിലൂടെ എഴുതിയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഉപമ കടുകുമണിയോട് ഉപമിച്ചു. എന്താണ് അതിന്റെ ആശയം? ചെറിയതായി തുടങ്ങുന്നു, പക്ഷെ അത് എന്ത് ചെയ്യും? വലിയതായി മാറും. ലോകത്തുള്ള സകല ജാതികളിൽ നിന്നുമുള്ളവര് അതിന്റെ ഭാഗമായി തീരും എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മളും എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മൾ എവിടാണ് നമ്മുടെ കൂട് കൂട്ടിയിരിക്കുന്നത്? 84 സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ മീവൽ പക്ഷി ഒരു കൂടും, കുഞ്ഞുങ്ങൾക്കൊരു, ഏറ്റവും കൂടുതൽ വായിക്കുന്ന സങ്കീർത്തനം 84 ആയിരിക്കും. കുരികിലൊരു വീടും മീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. നിന്റെ യാഗപീഠങ്ങളെ തന്നെ ദൈവസന്നിധിയിലാണ് എന്ത് ചെയ്തത്? ഈ കൂട് കണ്ടെത്തിയത്. നമ്മുടെ സങ്കേതം എവിടാ? നമ്മുടെ കൂട് എവിടാ? ദൈവസന്നിധിയിലാണ് നാം നമ്മുടെ കൂട് കണ്ടെത്തിയതെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ ഉള്ളിലും ഒരു ദൈവരാജ്യത്തെ ദൈവം നട്ടിട്ടുണ്ട്. ഉണ്ടോ? കടുകുമണി വിതച്ചതുപോലെ നമ്മുടെ ഉള്ളത്തിലും ഈ ദൈവരാജ്യത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം വിതച്ചിട്ടുണ്ട്. നമ്മളിലൂടെ അത് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? വലുതാകണം. മറ്റുള്ളവരെ എന്ത് ചെയ്യണം? ഈ യേശുവിനെ നമ്മളിലൂടെ അറിയണം. നമ്മൾ മുഖാന്തരം അവരും കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീരണം. അപ്പോൾ ഒന്നാമത്തെ ഉപമ കടുകുമണിയുടെ ഉപമയാണ്. രണ്ടാമത്തെ ഉപമയിലേക്ക് നമുക്ക് കടന്നു പോകാം. ചെറിയ ചെറിയ ഉപമകളാണ് ഈ വേദഭാഗത്ത് പറയുന്നത്, അല്ലെ? ഒറ്റ വാക്യത്തിൽ, 2 വാക്യത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഉപമകളാണ്. ഇവിടെ ഒരു പുളിപ്പിന്റെ ഉപമയാണ്. പുളിപ്പിന്റെ ഉപമ മത്തായി 13 33 34 വാക്യങ്ങൾ. മത്തായി 13 33 34 വാക്യങ്ങൾ. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ അടുത്തൊരു ഉപമയിലേക്ക് പോവുകയാണ്. പുളിപ്പിന്റെ ഉപമ. പുളിപ്പെന്ന് കേട്ടാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന 2-3 കാര്യം പറഞ്ഞു, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മതി. പെസഹായുടെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ പെസഹ ആചരിക്കുമ്പോൾ എന്ത് ചെയ്യണം? വീട്ടിൽ ഒരു തുള്ളി പുളിപ്പുണ്ടാകരുത്, അല്ലെ? അരിച്ചു പെറുക്കി പുളിപ്പെടുത്ത് കളയണം. ഓക്കെ. അപ്പോ പുളിപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്? പാപത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ പുളിപ്പ്? പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിപ്പ്, കപടഭക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഹെരോദ്യരുടെ പുളിപ്പ്, അവരുടെ ഉപദേശം, റോങ് ടീച്ചിങ്, തെറ്റായ പഠിപ്പിക്കലുകളെ കുറിച്ച് പുളിപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൈബിളിൽ പുളിപ്പെന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെയാണ്. മത്തായി 16 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇതിൽ ചിലതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഈ എവിടെയെങ്കിലും പുളിപ്പെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്തോണം? അതാണ് നമ്മുടെ പൊതുവെയുള്ള ധാരണ, അല്ലേ? പുളിപ്പെന്ന് എവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ ഉടനെ അവിടെ പാപം, കപടഭക്തി, ദുരുപദേശം എന്നിങ്ങനെയുള്ള വാക്കുകൾ വെച്ചാണ് നമ്മൾ ചിന്തിക്കാറായിട്ടുള്ളത്.
എന്നാൽ ഇവിടെ അങ്ങനെ ഒരു വ്യാഖ്യാനം ഈ വേദഭാഗത്തിനുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞത്. ഞാൻ പല വലിയ ദൈവദാസന്മാരുടെയൊക്കെ ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാന പുസ്തകങ്ങൾ പരിശോധിച്ചപ്പോൾ ചിലരൊക്കെ ഈ വാക്യത്തെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ ഒരു സ്ത്രീ 3 പറ മാവിൽ പുളിപ്പെടുത്തു വെച്ചു. ആ മാവിനെ മുഴുവൻ എന്ത് ചെയ്തു? പുളിപ്പിച്ചു. ചില വ്യാഖ്യാനങ്ങൾ ഇങ്ങനെയാണ്: സഭയിൽ സ്ത്രീകൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ സ്ത്രീകൾ ദുരുപദേശം പഠിപ്പിച്ചു. അങ്ങനെ ആ ദുരുപദേശം കൊണ്ട് സഭ മുഴുവൻ അല്ലെങ്കിൽ ദൈവരാജ്യം മുഴുവൻ ദുരുപദേശത്താൽ പുളിച്ചുപോയി. ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഞാൻ ഇത് എഴുതിയ ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. വളരെ പ്രശസ്തരായ വ്യാഖ്യാതാക്കളൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവരിവിടെ മിസ് ചെയ്ത ഒരു എലമെന്റ് ഉണ്ട്. അവര് ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. ഇവിടെ സ്വർഗരാജ്യത്തെ എന്തിനോടാണ് ഉപമിച്ചത്? പുളിച്ച മാവിനോട് ഉപമിച്ചു. ഒരു സ്ത്രീ ഈ സ്വർഗരാജ്യമാകുന്ന പുളിച്ച മാവിനെ എടുത്ത് എവിടെ വെച്ചു? 3 പറ മാവിലേക്ക് വെച്ചു. അങ്ങനെ 3 പറ മാവിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോ ഇതെല്ലാം എന്ത് ചെയ്യും? പുളിക്കും. ഇതാണ് അവിടുത്തെ പഠിപ്പിക്കൽ. അപ്പൊ ഒരു ചോദ്യം, ഇവിടെ ഈ സ്വർഗരാജ്യമാണോ പുളിച്ച മാവ്, അതോ ഈ 3 പറ മാവാണോ സ്വർഗരാജ്യം? ഇതിലേതാണ് സ്വർഗരാജ്യം? പുളിച്ച മാവാണോ 3 പറ മാവാണോ സ്വർഗരാജ്യം? പുളിച്ച മാവാണ് സ്വർഗരാജ്യം. അതായത് സ്വർഗരാജ്യം ഇങ്ങനെ ഒരു പുളിപ്പും ഇല്ലാതെ ഇരിക്കുമ്പോ ഒരു സ്ത്രീ കൊണ്ടുവന്ന് പുളിച്ച മാവ് അതിനകത്തേക്ക് ഇട്ട് അതിനെ പുളിപ്പിച്ച് കളഞ്ഞു എന്നല്ല ഇവിടുത്തെ പഠിപ്പിക്കല്. നേരെ മറിച്ച് പുളിച്ച മാവാണ് സ്വർഗരാജ്യം. അതെന്ത് ചെയ്തു? അത് ഈ 3 പറ മാവിലേക്ക് വെച്ചു. ഈ 3 പറ മാവിന് വല്ല പ്രസക്തി ഉണ്ടോ? അതിനെക്കുറിച്ച് പറയുന്നത് ഈ യഹൂദന്മാരുടെ ഒക്കെ വലിയ കുടുംബങ്ങളാണല്ലോ. ഒരു വീട്ടിലുള്ളവർക്ക് എല്ലാം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാനാണ് അവരെന്ത് ചെയ്യുന്നത്? 3 പറ മാവ് കൊണ്ട്. അങ്ങനെയാണ്. നമ്മുടെ പറയുടെ കണക്കായിരിക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ പറയുടെ അളവൊക്കെയാണ് ഈ 3 പറ മാവ് കൊണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലേ? പിന്നെ നമ്മൾ പഞ്ചായത്ത് കൂടി കഴിക്കേണ്ടി വരും. അപ്പൊ 3 പറ മാവെന്ന് പറഞ്ഞാൽ അവരുടെ കണക്കനുസരിച്ച് ഒരു വീട്ടിൽ സാധാരണ നിലയിൽ ഒരു നേരം ഉണ്ടാക്കുന്ന മാവാണ്. അപ്പൊ ഈ മാവല്ല ദൈവരാജ്യം. പിന്നെ എന്താണ്? പുളിച്ച മാവാണ് ദൈവരാജ്യം. ഈ പുളിച്ച മാവ് ഒരല്പം എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്? 3 പറ മാവിലേക്ക് വെക്കുകയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ അതെന്ത് ചെയ്തു? അത് വെറുതെ ഇരുന്നോ? ഓ, നിങ്ങൾ പുളിപ്പില്ലാത്ത നല്ല മാവല്ലേ, അവിടെ ഇരുന്നോ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ല. ഈ പുളിച്ച മാവ് പുളിപ്പില്ലാത്ത മാവിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? പെനിട്രേറ്റ് ചെയ്യണം. അതിനകത്തേക്ക് ഇടിച്ചു കയറുകയാണ്. എന്ത് ചെയ്തു? അതിനെ മുഴുവൻ പൊളിപ്പിച്ചു. വാസ്തവത്തിൽ ഉപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇവിടെ ഈ പെർമിയേഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ ആണ്. ദൈവരാജ്യം സുവിശേഷം വിശ്വസിക്കുന്ന ഒരാളെ എവിടെയെങ്കിലും ചുമ്മാ എറിഞ്ഞിട്ടാവുണ്ടല്ലോ, അവിടെ ഒരു കൊച്ചു സഭ ഉണ്ടാകണം. അതാ ദൈവത്തിന്റെ ഡിസൈൻ. അവിടെയുള്ള ആളുകളോട് ആളുകൾ ഈ വ്യക്തിയിലൂടെ സുവിശേഷം അറിയണം. ഈ വ്യക്തിയുടെ ജീവിതം കണ്ട്, ഈ വ്യക്തിയുടെ വാക്കുകൾ കണ്ട്, ഈ വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ ആ ചുറ്റുപാടുകളെ സ്വാധീനിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ ആശയം എന്താണ്? അതിന്റെ ആശയം സാവധാനം ഈ വ്യക്തി എന്ത് ചെയ്യും? ആ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇതാണ് ദൈവരാജ്യം. ഇതാണ് ദൈവരാജ്യം. ദൈവം നമ്മളെ ഒരു സ്ഥലത്താക്കിയാൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ആ സമൂഹത്തെ സ്വാധീനിക്കുന്നവരാകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ അവരെ സ്വാധീനിക്കുന്നവരാകണം. അവരുടെ കാഴ്ചപ്പാടുകൾ മാറണം. നിങ്ങൾ യൂറോപ്പിലേക്കൊന്ന് നോക്കിയാൽ യൂറോപ്പിൽ നിന്ന് കാണുന്ന ഈ വികസനമൊക്കെ എങ്ങനെ ഉണ്ടായത്? അതിന്റെ പുറകിൽ സുവിശേഷത്തിന്റെ സ്വാധീനമാണ്.
യൂറോപ്പിൽ അടിമത്തം നിർത്തലായതിന്റെ കാരണം സുവിശേഷത്തിന്റെ വ്യാപനമാണ്. നമ്മുടെ കേരളത്തിൽ അടിമ ചന്തകളൊക്കെ നിന്നത് എങ്ങനാ? മിഷണറിമാര്, ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, പക്ഷെ അവരും അടിമ കച്ചവടക്കാരായിരുന്നു. പക്ഷേ മിഷണറിമാര് കേരളത്തിൽ, ഇന്ത്യയിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ അവര് ഇതിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി, അതിനെതിരെ ഇടപെടാൻ തുടങ്ങി. താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി സ്കൂളുകൾ തുടങ്ങി. അങ്ങനെ സുവിശേഷം വിശ്വസിച്ച ഒരു വ്യക്തി ഒരു രാജ്യത്ത് പോയാൽ, ഒരു സ്ഥലത്ത് പോയി താമസിച്ചാൽ ആ സമൂഹത്തെ ആ വ്യക്തി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട്. രണ്ടാമത് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പുളിപ്പ് ഇൻസൈഡ് ഔട്ട്, അകത്തു നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അല്ലേ? അകത്താ പ്രവർത്തിക്കുന്നത്. ആണോ അല്ലയോ? പുളിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി പുളിച്ചു, പുറത്ത്. പക്ഷെ ആദ്യം ഇത് അവിടെ തുടങ്ങി, ഇത് അകത്ത് പുളിച്ചു തുടങ്ങി. ദൈവം ഹൃദയങ്ങളോട് ഇടപെടുന്ന ദൈവമാണ്. ദൈവം ഒരുവന്റെ ഉള്ളത്തിൽ ഇടപെട്ടിട്ടാണ് ഒരു രാജ്യത്തെ തന്നെ കീഴ്മേൽ മറിക്കുന്നത്. നമുക്കറിയാമല്ലോ, അപ്പോസ്തലന്മാർ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞപ്പോ ആളുകൾ പറഞ്ഞ എന്നാന്നറിയാമോ? ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നു. അങ്ങനെ പറഞ്ഞത്. മലയാളത്തിൽ ലോകത്തെ കലഹിപ്പിക്കുന്നവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്ന എന്താണ്? കീഴ്മേൽ മറിക്കുന്നവർ എന്നാണ് അതിന് ട്രാൻസ്ലേറ്റ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി ഒരു പുതിയ ലോകം, ഒരു നവീകരണം അത് വരുന്നവരാണ് എന്ത്? അത് ദൈവരാജ്യം ആ നവീകരണം കൊണ്ടുവരും എന്നുള്ളതാണ് ഇവിടത്തെ ആശയം. 3, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എത്ര കാലം ഇങ്ങനെ ഉണ്ടാകും? ആ 3 പറ മാവ് പുളിക്കുന്നത് വരെ അടക്കി വെച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. 3 പറ മാവ് മുഴുവൻ പുളിക്കുന്നത് വരെ, ലോകത്തിന്റെ അറ്റത്തോളം ഈ സുവിശേഷം എത്തുന്നത് വരെ ദൈവം ഈ സ്വർഗരാജ്യമാകുന്ന പുളിപ്പിനെ ലോകത്ത് വെച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് എപ്പോഴായിരിക്കും? ലോകത്തിന്റെ അറ്റത്തോളം ഈ സുവിശേഷം എത്തുന്നത് വരെ. മത്തായി 24:14 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം. നമ്മൾ ആമേൻ കർത്താവേ വേഗം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എത്തിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അനേകം ആൾക്കാരുടെ കുഴപ്പം, ആമേൻ കർത്താവേ വേഗം വരണമേ എന്ന് പ്രാർത്ഥിക്കും, പക്ഷെ സുവിശേഷം ഒരാളോട് പറയാൻ വേണ്ടി ഒരു ചെറുവിരൽ അനക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ട്. അപ്പോൾ ഈ 2 ഉപമകൾക്കും ഒരു സമാനതയുണ്ട്. കടുകുമണിയുടെ ഉപമയും പുളിപ്പിന്റെ ഉപമയും ഒരേപോലെ ഒരു ഉപമയാണ്. ചെറിയ രീതിയിൽ തുടങ്ങി അതെന്ത് ചെയ്യുന്നു? ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നു. കടുകുമണി ചെറുതാണ്, അതൊരു ചെടിയായി മാറി, ഒരു വൃക്ഷമായി മാറി, മറ്റുള്ളവർക്ക് അഭയം കൊടുക്കുന്ന, പറവകൾക്ക് അഭയം കൊടുക്കുന്ന ഒരു ചെടിയായിട്ട് അത് മാറി. ഇവിടെ ഒരല്പം പുളിപ്പ് ആ 3 പറ മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്ന നിലയിലേക്ക് സ്വാധീനം ചെലുത്തുകയാണ്. നമ്മുടെ ജീവിതത്തോടൊന്ന് ചോദിച്ചേ, നമ്മുടെയും പേര് ക്രിസ്ത്യാനി എന്നൊക്കെയല്ലേ? അല്ലേ? നമ്മൾ എന്ത് സ്വാധീനം ചെലുത്തുന്നുണ്ട്? നമ്മുടെ കാലഘട്ടത്തിൽ സുവിശേഷത്തിനൊരു വ്യാപ്തി ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ 7-10 ഏറെയായാൽ 80 വർഷം, ഒരു 80 വർഷത്തെ പദ്ധതിയാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് സുവിശേഷത്തിന് ഒരു അല്പമെങ്കിലും പുരോഗതി, ദൈവരാജ്യത്തിന് ഒരു അല്പമെങ്കിലും വിസ്തൃതി നമ്മുടെ ജീവിതം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുവാനായിട്ട് ഇടയായിത്തീരണം. 2 ഉപമകൾ നമ്മൾ കണ്ടു. ഇനി അടുത്ത ഉപമകളിലേക്ക് പോവുകയാണ്. ഇനി ഒരു 3 ഉപമകൾ കൂടെ പറഞ്ഞാൽ ഈ അധ്യായം തീരും. ചെറിയ ചെറിയ ഉപമകളായതുകൊണ്ടാട്ടോ ഇങ്ങനെ പോകുന്നത്. കുഴപ്പമില്ല അല്ലേ? ബോറടിക്കുകയാണോ? ബോറടിക്കരുത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മത്തായി 13-ാം അധ്യായത്തിലെ ഉപമകളെ 2ആയിട്ട് തിരിക്കാം. ഏതാണ് ഈ 2 കാറ്റഗറി?
ദൈവരാജ്യത്തിന് ഉപമകൾ ഒന്ന് പുരുഷാരത്തോട് പറഞ്ഞതും രണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞതും. ഇതുവരെ നമ്മൾ പറഞ്ഞ 4 ഉപമകളുണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 2 ഉപമകളും ഇന്ന് പഠിച്ച 2 ഉപമകളും. ഈ 4 ഉപമകൾ പുരുഷാരത്തോട് പറഞ്ഞ ഉപമകളാണ്. എന്നാൽ അടുത്ത ഉപമകൾ അത് ശിഷ്യന്മാരോട് പറഞ്ഞ ഉപമകളാണ്. 44-ാമത്തെ വാക്യം മുതലാണ് ശിഷ്യന്മാരോട് പറഞ്ഞ ഉപമകൾ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഡിവിഷനൊക്കെ കണ്ടതാണ്, അതുകൊണ്ട് ഞാൻ അതിനെ ആവർത്തിക്കുന്നില്ല. 44-ാമത്തെ വാക്യം, 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. സ്വർഗരാജ്യം വലയിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യം. വലയിലല്ല, വയലിൽ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. 2 ഉപമകളാണ് നമ്മളിവിടെ ഒരുമിച്ച് വായിച്ചത്. ഈ 2 ഉപമകളിലും മറഞ്ഞിരിക്കുന്ന ഒരു നിധി ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? 44-ാമത്തെ വാക്യത്തിൽ കണ്ടു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ആരാ ഒളിച്ചു വെച്ചേ? ഈ മനുഷ്യനാണ്. 45-ാം വാക്യത്തിൽ മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. ഒരു മുത്ത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ വിലയേറിയ നിധി, വിലയേറിയ മുത്ത്, അതാണ് ഈ ഉപമയിലെ പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഹിഡൻ നേച്ചർ ഓഫ് ദ കിങ്ഡം, അതാണ് ദൈവരാജ്യത്തിന്റെ മറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ദൈവരാജ്യത്തിന്റെ മറഞ്ഞിരിക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ദൈവരാജ്യത്തിന്റെ മൂല്യം എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ദൈവരാജ്യത്തിന്റെ മൂല്യം എല്ലാവർക്കും അറിയാവോ? ഇല്ല. അങ്ങനെ പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങ് പോവാ, അത്രയേ ഉള്ളൂ ചിലർക്ക്. പക്ഷെ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ കേവലം 2 പാട്ട് പാടി പ്രാർത്ഥിച്ചു പോകുന്ന ഒരു പരിപാടിയല്ല. ദൈവം രാജാവായിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രജകളായി നമ്മൾ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ഒളിച്ചു വെച്ച ഒരു നിധിയാണ്. രണ്ടാമതായി ഈ നിധിയുടെ ഒരു പ്രത്യേകത, ഈ നിധി കണ്ടെത്തിയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവരാജ്യത്തെ നിധിയോട് ഉപമിച്ചു. ഈ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും പ്രതികരണം? നമ്മുടെ പറമ്പിൽ എങ്ങാനും ഒരു നിധി ഉണ്ടെന്ന് അറിഞ്ഞ പിന്നെ നമുക്ക് ചിരി നിർത്താൻ പറ്റില്ല, അല്ലേ? നമുക്ക് സീരിയസ് ആവണമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നടക്കണമെന്നില്ല. ഇവിടെ ഈ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, അവനുണ്ടായ സന്തോഷം. അതാണ് അവിടെ വായിക്കുന്നത്. തന്റെ സന്തോഷത്താൽ ചെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പിന്നെന്താ? അയ്യോ, നീതിയും സമാധാനവും, പറ, പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തെ വിശദീകരിക്കുമ്പോൾ അവിടത്തെ കാര്യം എന്ന് പറയുന്നത് വലിയൊരു പള്ളി പണിതെന്നോ അല്ലെങ്കിൽ ചെറിയ പള്ളിയാണെന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി വിശാലമായതൊന്നും അല്ല. പിന്നെന്താ? നീതി ദൈവത്തോട് നീതീകരിക്കപ്പെട്ടു, ദൈവത്താൽ നീതീകരിക്കപ്പെട്ടു. 2 സമാധാനം, ദൈവത്തോട് സമാധാന ബന്ധത്തിലേക്ക് വന്നു. 3 പരിശുദ്ധാത്മാവിലുള്ള ഒരു സന്തോഷം. ഈ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഈ സന്തോഷം നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാന താല്പര്യം. എന്ത് ചെയ്തു? ആ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് വയൽ വാങ്ങി. രണ്ടാമത്തെ ഉപമയിൽ പറയുന്നു, ആ വ്യാപാരി
മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ആ ദൈവരാജ്യത്തിന് ഒരാൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സ്ഥാനം, ഈ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ, ആത്മീയ സന്തോഷം ശരിയായി അനുഭവിച്ച ഒരു ദൈവവൈതൽ, അവൻ ആ സന്തോഷത്തിന് വേണ്ടി ബാക്കിയെല്ലാം നഷ്ടപ്പെടുത്തും. കാരണം അതുകൊണ്ടാണല്ലോ യേശു കർത്താവ് പറഞ്ഞത്, ഒരുത്തൻ എന്റെ ശിഷ്യനാകാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തന്നെത്താൻ ത്യജിക്കുക, തന്റെ താല്പര്യങ്ങളെ എല്ലാം മാറ്റിവെക്കുകയാണ്. എന്നിട്ട് ദൈവത്തിന്റെ രാജ്യത്തിന്റെ സന്തോഷം അനുഭവിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞല്ലോ, എന്നേക്കാൾ ഉപരിയായി അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ, എന്തൊരു കഠിന വാക്കാ അല്ലേ. അതാ ഇവിടെ പറയുന്നത്, കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു ജീവിതത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ പൗരന്മാരെന്ന നിലയിൽ അതിന്റെ അർത്ഥം ഇനി അപ്പനെ നോക്കണ്ട, അമ്മേനെ നോക്കണ്ട, ഭാര്യനെ കളഞ്ഞേരെ, അതല്ല. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തെ താരതമ്യം ചെയ്യുമ്പോൾ മറ്റേതെന്തോ അത്ര സ്നേഹമാണ് എനിക്ക് കർത്താവിനോട്. അതാണ് ദൈവരാജ്യം. അവിടെ കർത്താവ് പറയുന്നതാണ്, അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെയോ പകയ്ക്കാത്തവൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. അയ്യോ, ഭാര്യനും മക്കളെയോടൊക്കെ പക വേണമെന്നാണോ? അല്ല, കർത്താവിനോടുള്ള സ്നേഹം വെച്ച് നോക്കുമ്പോ ഭാര്യയോടും മക്കളോടും എന്നുള്ളതൊന്നും ഒരു സ്നേഹമല്ല. അത്ര വലിയ സ്നേഹം ആർക്ക് കൊടുക്കുകയാണ്? കർത്താവിനോട് നമ്മൾ കാണിക്കണം. അതാണ് ആശയം. ഇതിനെയാണ് നമ്മൾ ഈ വിപരീത അർത്ഥത്തിൽ അതിനെ പറയുന്നതാണ്. നേരെ വിപരീത അർത്ഥത്തിൽ മലാഖി 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യാക്കോബിനോട് പറയുകയാണ്, ഇസ്രായേലിനോട് പറഞ്ഞ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഏതിനാൽ എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചു, ഏശാവിനെ പകച്ചു. ഏശാവിനോട് ദൈവം പക കാണിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെന്താണെന്ന് അറിയാമോ? നിന്നോടുള്ള സ്നേഹം വെച്ച് നോക്കുമ്പോ ഏശാവിനോടൊന്നും ഞാൻ അത്രയും സ്നേഹം കാണിച്ചിട്ടില്ല എന്നാണ് ദൈവം പറയുന്നതിന്റെ ആശയം. ഓക്കെ, അപ്പോൾ ഇവിടെ ദൈവരാജ്യത്തിന്റെ മൂല്യത്തെയാണ് ഈ രണ്ട് ഉപമകളും സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ലോകത്ത് ഒരു വ്യക്തി തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയാലും സ്വന്തമാക്കേണ്ട ഒരു കാര്യമാണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ഇവിടെ സകലവും നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 28, 29, 30 വാക്യങ്ങളിൽ ഈ ദൈവരാജ്യത്തിന് വേണ്ടി സകലവും നഷ്ടമാക്കിയാൽ എന്ത് സംഭവിക്കും? പത്രോസ് തന്നെ യേശുവിനോട് ചോദിക്കുകയാണ്. നോക്കിയാട്ടെ, ലൂക്കോസ് 18-ന്റെ 28 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു. യേശു അവരോട്, ദൈവരാജ്യം നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്കൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ ഭാര്യനെ, ഈ വാക്യത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചിലർ ഭാര്യനെ മക്കളെയൊക്കെ നോക്കാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒരുത്തൻ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി കരുതാത്തവൻ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഈ വാക്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തല്ല, ഭാര്യനെ മക്കളെ നോക്കണ്ടെന്നല്ല, അല്ലെങ്കിൽ ഭർത്താവിനെ നോക്കണ്ട, അപ്പനെ അമ്മേനെ നോക്കണ്ടെന്നല്ല. സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി കരുതാത്തവൻ അവിശ്വാസിയേക്കാൾ അതവനായിരിക്കുന്നു. ഒരു സംശയമില്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ കർത്താവ് വിളിച്ചതാണ്. അതുകൊണ്ട് പപ്പയ്ക്ക് പനി വരുമ്പോ, പപ്പ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം, പപ്പ എന്നെ ദൈവം സൗഖ്യമാക്കൂ എന്ന് പറഞ്ഞിരിക്കുകയല്ല. ഞാൻ എന്ത് ചെയ്തോണം? ചെല്ലണം, എന്റെ അപ്പന്റെ അടുത്ത് ചെല്ലണം, അസുഖം അന്വേഷിക്കണം, സുഖമില്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണം, പ്രാർത്ഥിക്കണം, എല്ലാം വേണം. ഭക്ഷണം കൊടുക്കണം, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കണം, ഭാര്യയെ നോക്കണം, മക്കളെ നോക്കണം,
ഞാനിങ്ങനെ പാട്ടും പ്രാർത്ഥനയായിട്ട് നടക്കുക എന്ന് പറഞ്ഞത് അട്ടർ ഫൂളിഷ്നസ് ആണ്, ദൈവവചനത്തിന് എതിരാണ്. ഇനി ഇവിടെ പറയുന്ന എന്താണ്? നിങ്ങളുടെ ഭാര്യ പറയാണ്, നിങ്ങൾ ദൈവരാജ്യത്തെ അനുഗമിക്കാൻ തീരുമാനിക്കണം, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞാൻ നിങ്ങളെ വിടുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തെ പ്രതി എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ഭാര്യ പറയാണ്, നിങ്ങൾ ദൈവരാജ്യം, നിങ്ങൾ ഇങ്ങനെ പാട്ടും പ്രാർത്ഥനയും ആത്മീയതയും എന്നൊക്കെ പറഞ്ഞ് നടക്കാനാണ്, എനിക്ക് നിങ്ങളെ വേണ്ട, എനിക്ക് കുറച്ച് ലൗകികമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു ഭർത്താവിനെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഓക്കെ, എങ്കിൽ നിനക്ക് നിന്റെ വഴി തിരഞ്ഞെടുക്കാം എന്ന് പറയാൻ അനുവാദമുണ്ട്. പക്ഷെ പലരും എന്ത് ചെയ്യുന്നറിയോ? അയ്യോ, എന്നാ പിന്നെ ദൈവം വേണ്ട എന്നാണ് ചിലരെടുക്കുന്ന തീരുമാനം. ഇതിന്റെ ഇടയ്ക്കുള്ളൊരു ബാലൻസ് മനസ്സിലായോ? ഇതിന്റെ ഇടയ്ക്കൊരു ബാലൻസിങ് ഉണ്ട്. ദൈവരാജ്യം സകലവും നഷ്ടപ്പെടുത്തിയാലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒന്നാണ് ദൈവരാജ്യം. പക്ഷെ ദൈവരാജ്യത്തിന്റെ പേരിൽ അപ്പനെയും അമ്മയെയും നോക്കാതിരിക്കരുത്. ദൈവരാജ്യത്തിന്റെ പേരിൽ ഭാര്യയും മക്കളെയും ഉപേക്ഷിക്കരുത്. അവര് നിങ്ങളെ ഉപേക്ഷിച്ചാൽ ഓക്കെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അവരെ ഉപേക്ഷിക്കരുത്. അതാണ് പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ചുരുക്കം ഇത്രയേ ഉള്ളൂ, ദൈവരാജ്യത്തിന്റെ മൂല്യമാണ് ഈ വേദഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട് 52-ാമത്തെ വാക്യത്തിലാട്ടോ. ഞാനിങ്ങനെ വാക്യങ്ങളുടെ ക്രമം ഒന്ന് ഇടയ്ക്ക് ഇറക്കി വെക്കുകയാണ് കൊണ്ടുപോകുന്നത്, കാരണം അതിന്റെ ഒരു നമ്മുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആവാൻ വേണ്ടി. 52-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാവും. ഇതോട് ചേർന്ന് വരുന്ന ഒരു ഉപമയാണ്, ഒരു കർത്താവ് പറഞ്ഞ മറ്റൊരു അവസാനത്തെ ഒരു ഉപമയാണ്. പക്ഷെ ഇതോട് ചേർന്ന് വരുന്ന ആയതുകൊണ്ടാണ് ഞാൻ ആ ഉപമയും ഇവിടെ കൊണ്ടുവന്നത്. തന്റെ സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? പഴയതും പുതിയതും എല്ലാം എടുത്ത്, പഴയതൊക്കെ ദൈവരാജ്യത്തിൽ ഇരിക്കട്ടെ, പുതിയത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നല്ല, അല്ലേ? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ നമ്മൾ എന്തോ ചെയ്യും? പഴയതെല്ലാം എടുത്തു കൊടുക്കും. അവര് നമ്മളോട് താങ്കി പറയില്ല, നമ്മൾ അവരോട് താങ്കി പറയണോ? ഇത് കത്തിക്കണോ കളയണോ എന്ന് ഓർത്തിരിക്കുകയാണ്, നിങ്ങൾ വന്നത് വളരെ നന്നായി. ചിലർ അങ്ങനാ കൊടുക്കുന്നത്, അല്ലേ? അങ്ങനെയല്ല. ഇവിടെ പഴയതും പുതിയതും എല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു വ്യക്തിയോട് ഇവിടെ ഉപമിച്ചിരിക്കുകയാണ്. ഇനിയും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അവസാനത്തെ ഉപമ, ഈ അധ്യായത്തിലെ അവസാനത്തെ ഉപമ മത്തായി 13-47 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിലാണ് ആ ഉപമ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചാട്ടെ. 47 മുതൽ. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശം. ഒരു വീശുവലയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ വീശുവലയോട് പറഞ്ഞിട്ട് 48-ാം വാക്യത്തിൽ അവിടെ പറയുകയാണ്, അങ്ങനെ വല എറിഞ്ഞു, നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി, ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ 49-ാം വാക്യമാണ്, ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ടു, നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഉപമ പോലെ തിരുവുമയാണ്. ഏതാണ് നേരത്തെ കണ്ട ഉപമ? മറ്റേ ഗോതമ്പും കളയും വിതയ്ക്കുന്ന ഉപമ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഉപമ. അതേപോലെ തന്നെ ഒരു ഉപമയാണ് ഇവിടെ. ഇവിടെ വലയെറിഞ്ഞു, ദൈവരാജ്യത്തിൽ ഒരു വലയോട് ഉപമിച്ചിരിക്കുകയാണ്. ഈ വലയ്ക്കകത്ത് പല പാർട്ടികളും കയറി പറ്റിയിട്ടുണ്ട്, നല്ലതും ചീത്തയും ഒക്കെ കയറി പറ്റും. എന്നാൽ അന്ത്യ ന്യായവിധിയിങ്കൽ എന്ത് സംഭവിക്കുമെന്ന് അവിടെ പറയുകയാണ്. അവർ ആരാ? ദൂതന്മാർ പുറപ്പെട്ട്. നോക്കി 49-ാം വാക്യത്തിൽ അതല്ലേ വ്യാഖ്യാനം. ലോകാവസാനത്തിങ്കൽ സംഭവിക്കും. എന്താണ്? ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു,
ഇതെല്ലാം ഗ്രഹിച്ചു. ഇതെല്ലാം മനസ്സിലായോ എന്നാണ് ചോദ്യം. അവർ എന്തോ ഉത്തരം പറഞ്ഞേ? ഉവ്വ് എന്ന് പറഞ്ഞു. ഞാൻ ഈ ഉപമ വിശദീകരിക്കുന്നില്ല മനഃപൂർവ്വം. ദൈവരാജ്യം ഇങ്ങനെ വീശി എറിയുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് നല്ലത് മാത്രമേ കയറുകയുള്ളൂ. അല്ല, ഇതിനകത്ത് നല്ലതും ചീത്തയും ഒക്കെ കയറി പറ്റുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം വരും, വേർതിരിവിന്റെ ഒരു ദിവസം. നമ്മൾ ആരും വിചാരിക്കരുത് എല്ലാവരും സ്വർഗത്തിൽ പോകുന്നു, എല്ലാവരും നിത്യതയിൽ കാണുമെന്ന് ആരും വിചാരിക്കരുത്. There is a day of judgment. There is a day of separation. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും കടക്കാൻ കഴിയാത്ത പോലെ ഒരു വലിയ വേർതിരിവിന്റെ ഒരു ദിവസം സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ദിവസം എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ആ ദിവസം നല്ലതും ചീത്തയും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, കരച്ചിലും പല്ലുകടി. ഈ ചീത്തയായൊക്കെ കൂട്ടത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചങ്ങ് പോകുന്നവരുണ്ടല്ലോ. ഞങ്ങളും പള്ളിയിൽ പോകുന്നുണ്ട്, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ നല്ലേലിയ പറയുന്നുണ്ട്, ഞങ്ങളും ബൈബിൾ ക്ലാസ്സിന് പോകുന്നുണ്ട്, 4 പോയിന്റ് ബൈബിൾ ക്ലാസ് ഞാനും എടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ഒരു ദിവസം വേർതിരിക്കും. ആ വേർതിരിവിന്റെ ദിവസം ഇവിടെ നാം ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ ഒന്ന് ഈ വലയുടെ വലിപ്പമാണ്. ഇമ്മൻസ് സൈസ് ഓഫ് ദ നെറ്റ്. 47-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശം. അതിന്റെ വലിപ്പത്തെയാണ് ഒന്നാമതായിട്ട് അത് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി അവിടെ പറയുന്നു എല്ലാ വക. ഒന്ന് അതിന്റെ വലിപ്പം, 2 എല്ലാ വക മീനും പിടിക്കുന്ന ഒരു ദിവസം. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാനിതിൽ ഏത് തരമാണ്? ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ സ്ഥിരം നമ്മെ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ? ഞാൻ ദൈവരാജ്യത്തിനനുസരിച്ചാണോ ജീവിക്കുന്നത്? നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. 3 കാര്യങ്ങൾ. 1 അന്ത്യ ന്യായവിധിക്കുള്ള ഒരുക്കം, 2 നീതിമാന്മാരെ വേർതിരിക്കുന്നു, 3 ദുഷ്ടന്മാരുടെ ന്യായവിധി എന്ന്. നമ്മൾ ഈ ബൈബിളിൽ ദുഷ്ടന്മാർ എന്നുള്ള വാക്ക് കാണുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ എന്താ വരുന്ന ചിത്രം? നമ്മളല്ലാത്ത കുറെ ആൾക്കാർ അല്ലേ? ദുഷ്ടന്മാരെന്നുള്ള വാക്കിനകത്ത് നമ്മളല്ലാത്ത കുറെ ആൾക്കാരെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടതയെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ഒരാൾക്ക് നന്മ വരുമ്പോ നമ്മുടെ ഉള്ളിൽ വരുന്ന അസൂയ, അതാ ദുഷ്ടതയുടെ ഫലമാണ്. ബൈബിളിൽ ഒരു വാക്കുണ്ട്, സകല ദുഷ്ടതയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില ദുഷ്ടതയല്ല, സകല ദുഷ്ടതയും. നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതം ഓരോ ദിവസവും തിരുത്തപ്പെടുവാനായിട്ട് ഇടയായി തീരണം. ഇന്ന് എത്ര ഉപമ നമ്മൾ പഠിച്ചു? വേഗം വേഗം പറഞ്ഞു പോയതുകൊണ്ട് ഒത്തിരി പറഞ്ഞു. ആദ്യം 2 ഉപമ പറഞ്ഞു. ഏതൊക്കെയാ? കടുകുമണി, 2 പുളിച്ച മാവ്. 3-ാമത്തെ ഉപമ ഏതായിരുന്നു? നിധി. 4 മുത്ത്. 5 അല്ല. 52-ാം വാക്യത്തിൽ നിന്ന് ഒരു ഉപമ നമ്മൾ പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. ഒരു വീട്ടുടയവനോട് സദൃശം പഴയതും പുതിയതുമായ നിക്ഷേപം. തന്റെ വീട്ടിലുള്ള ഒക്കെ കൊടുത്ത് എന്ത് ചെയ്യും? ദൈവരാജ്യം. 5-ാമത്തെ ഉപമ. ഇവിടെ 6. കഴിഞ്ഞ ക്ലാസ്സിൽ 2 എണ്ണം. മൊത്തം 8 ഉപമകൾ കർത്താവ് ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ മത്തായി ഇങ്ങനെ നിരനിരയായിട്ട് എഴുതി. അതാ കുറച്ചുകൂടെ കറക്റ്റ്. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ജനത്തിന്റെ പ്രതികരണം, അതാണ് ഈ അധ്യായത്തിന്റെ അവസാന ഭാഗം. നമുക്കതൊന്ന് പരിശോധിക്കാം. അതോടെ പറഞ്ഞ് നമുക്ക് നിർത്താമല്ലോ. 53 മുതൽ 58 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ആദ്യം അവരുടെ പ്രതികരണം 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ പിതൃനഗരത്തിൽ വന്നു.
അവരുടെ പള്ളികളിൽ അവർക്ക് ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു. ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നിവരല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ വിശ്വസിച്ചു എന്നല്ല, ഇവൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നും പറഞ്ഞ് അവനെ വിശ്വസിക്കുകയല്ല ചെയ്തത്, ഇടറിപ്പോയി. അവരുടെ പ്രതികരണം നമ്മളൊന്ന് പരിശോധിച്ചാൽ ആദ്യം അവർക്കൊരു ആശ്ചര്യം ഉണ്ടായതല്ലേ. ഈ യേശുവിന്റെ ഉപമകളൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ, അവര് യേശുവിന്റെ പ്രസംഗങ്ങളെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് അവർ വിസ്മയിച്ചു. 54-ാം വാക്യത്തിൽ പറയുന്ന അങ്ങനെയാണ്, അവർ വിസ്മയിച്ചു. ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്ന്? ജ്ഞാനം മാത്രമല്ല, വാക്കുകളുടെ വലിയ വലിയ വാക്കുകൾ ഈ പ്രസംഗിക്കുന്നത് മാത്രമല്ല, യേശുവിന്റെ വീര്യപ്രവർത്തികളും കണ്ടു. വീര്യപ്രവർത്തികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് അതിനകത്ത് അത്ഭുതമായി. എന്നിട്ട് അവര് പറഞ്ഞത് എന്താ? ഇവരാരാന്നറിയാമോ? അല്ല, ഇത് നമ്മുടെ തച്ചന്റെ മകനല്ലേ, ഇത് നമ്മുടെ മറിയയുടെ മക്കളല്ലേ, മോനല്ലേ, ഇവന്റെ സഹോദരന്മാരും സഹോദരിമാരെയൊക്കെ നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് അവർ നിസ്സാരവൽക്കരിച്ചു. നമുക്കറിയാവുന്ന ഒരാൾ എത്ര വലുതായാലും നമ്മൾ രാജപ്പാന്നേ വിളിക്കുള്ളൂ, അല്ലേ? നമുക്ക് അറിയാവുന്ന ഒരാളെ ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും നമ്മൾ വിളിക്കും അവിടെ. കാരണം എന്നാ പറയുക, നമുക്ക് ഈ അറിയാവുന്ന ആളുകളെ ബഹുമാനിക്കാൻ അറിഞ്ഞുകൂടാ, നമ്മുടെ ഒരു സ്വഭാവം. ഇനി എത്ര വലുതായാലും യേശുവിനെയും അത് തന്നെ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്വന്തം നാട്ടിൽ പ്രവാചകൻ എന്ത് ചെയ്യുന്നില്ല, വിലമതിക്കപ്പെടുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞതിന്റെ കാര്യം അതാണ്. യേശു അവിടെ പറയുന്നുണ്ട്, അല്ല അവരവിടെ പറയുന്നുണ്ട്, ഇവന്റെ സഹോദരിമാരും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോകാനായിട്ടിടയായി തീർന്നു. ഇനി 57-58 വാക്യങ്ങളിൽ നോക്കിക്കേ. യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. 58-ാം വാക്യം, അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല. എന്താണ് ഈ അവിശ്വാസം കൊണ്ട് സംഭവിച്ചത്? കുറച്ചുകൂടെയൊക്കെ അത്ഭുതമൊക്കെ അവിടെ നടന്നേനെ, കുറച്ചുകൂടിയൊക്കെ വീര്യപ്രവർത്തികൾ നടന്നേനെ. അവരുടെ അവിശ്വാസം നിമിത്തം കർത്താവ് പിന്നെ അവിടെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല. നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രതികരണം, പലപ്പോഴും വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ പോലും കർത്താവിന്റെ പ്രവർത്തികളോട് പ്രതികരിക്കുന്ന ഇങ്ങനെ. നമുക്കറിയാവുന്ന ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചു, ഒരു രോഗി സൗഖ്യമായി, അത് ആ കൂടെ എന്തെങ്കിലും പാരസെറ്റാമോളും കഴിച്ചു കാണും. ദൈവം പ്രവർത്തിച്ചതാണെന്ന് അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് എന്ത് സംഭവിക്കും അറിയാമോ? ദൈവപ്രവർത്തി വെളിപ്പെടാതിരിക്കുകയാണ്. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് പോയി, നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് പോയി. അപ്പൊ അവിടെ ഒരു വലിയൊരു അത്ഭുതം ഞാൻ കണ്ടു. അത്ഭുതം വന്ന് നാട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആൾക്കാർ പറയാം, അത് ചിലപ്പോ വേറെ എന്തെങ്കിലും ആയിരിക്കും. എത്ര പേരെന്റെ അടുത്ത് വന്ന് പറഞ്ഞതറിയാവും. ഞാൻ പറഞ്ഞു, ഇത് പറയണ്ടായിരുന്നു ആളുകളുടെ മുമ്പിൽ. കാരണം എന്താ, 4 പേരെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞോളൂ. മിക്കവാറും 400 പേര് മനസ്സിൽ വിചാരിച്ചത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അത്ഭുതങ്ങൾ നടക്കാതെ പോകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിൽ പോലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. അതിന്റെ അർത്ഥം എവിടെയെങ്കിലും ഒരു അത്ഭുതം എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ പോയി കവന്ന് വീണേക്കണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാ അത്ഭുതമാണെന്ന് വിചാരിക്കരുത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം, ശോധന ചെയ്യണം, എന്നിട്ടേ അത് സ്ഥിരീകരിക്കാവൂ. എന്നാൽ ദൈവം അങ്ങനെ ചെയ്യില്ലെന്നോ, ആ ഒരു ദൈവദാസനെ കൊണ്ട് അത് കഴിയില്ലെന്നോ നമ്മൾ വിചാരിച്ചേക്കരുത്. അല്ലെങ്കിൽ
എല്ലാത്തിനെയും നമ്മൾ തുച്ഛീകരിക്കരുത്, അവിശ്വസിക്കരുത് എന്നുള്ളത് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവരാജ്യം മത്തായിയുടെ സുവിശേഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് നമ്മൾ കവർ ചെയ്തു. യഹൂദന്മാരുടെ എതിർപ്പാണ് നമ്മൾ കഴിഞ്ഞ ഒരു 3-4 അധ്യായമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗം. യേശു മശിഹയാണെന്ന് യഹൂദന്മാർക്ക് വെളിപ്പെടുത്തി. അത്ഭുതങ്ങൾ വിശദീകരിച്ചു. 9 അത്ഭുതങ്ങളെ വിശദീകരിച്ചു 2 അധ്യായങ്ങളിലൂടെ. അവർ വിശ്വസിക്കാതെ അവന് ബേൽസബൂലുണ്ട്, ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ പരിഹസിച്ചു. ശാസ്ത്രിമാരും യേശുവിനെ വിശ്വസിച്ചില്ല. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്ന യേശു നിർത്തി. എന്നിട്ട് യേശു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ പറഞ്ഞു. ഇത്രയുമായിട്ടും അവര് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇനി എന്താണ് സംഭവിച്ചത്? മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അതാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്? ആർ യു റെഡി ടു പേ ദ പ്രൈസ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്? ദൈവരാജ്യത്തിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാണോ? തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ നിധി വാങ്ങിയ വ്യാപാരിയെ പോലെ, ആ വ്യക്തിയെ പോലെ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ലാഭമായിരുന്നതൊക്കെയും പൗലോസിനെ പോലെ ഛേദമെന്നെണ്ണാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടച്ചാട്ടെ.